കൂപ്പുകരങ്ങളോടെ മുട്ടുമേലായിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അത്യുന്നതനായ ദൈവം അൾത്താരയിലേക്ക് എഴുന്നള്ളി വരുന്ന നിമിഷങ്ങളാണ്. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ മേലും നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനമാലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കുക. യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമുക്കൊരുമിച്ച് മക്കളെ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിലും കർത്താവിനെ നമുക്കൊരുമിച്ച് ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. കരങ്ങൾ കൂപ്പി മുട്ടുമേലായിരുന്നോ, ശാന്തമായ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇത് ആരാധനയുടെ നിമിഷമാണ്. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യം സ്നേഹമായി, കരുണയായി, സൗഖ്യമായി, വിടുതലായി ഒക്കെ കടന്നു വരുന്ന നിമിഷങ്ങളാണ്. ഞാനും നിങ്ങളും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിലാണ് ഇപ്പോൾ. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. ആ സ്നേഹത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഒന്നും നമുക്കായി സ്വർഗം നിഷേധിച്ചിട്ടില്ല. പിതാവായ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി അനുഗ്രഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണത്. ഇത് സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും സ്വർഗത്തിന്റെ മുന്നാസ്വാദനമായി കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് പോലെ ഇതാ നമ്മൾ കാണുന്നത് സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ്. ജീവിക്കുന്ന കർത്താവിനെ തന്നെയാണ് നമ്മൾ ഈ അൾത്താരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തെയാണ് ഈ അൾത്താരയിൽ നമ്മൾ ദർശിക്കുന്നത്. കർത്താവേ, എൻ്റെ കണ്ണുകളെ നീ തുറന്നു തരാൻ പറ. എൻ്റെ വിശ്വാസത്തിൻ്റെ നയനങ്ങളെ നീ തുറന്നു തരാൻ പറ. നിന്നെ കാണാൻ, ഹൃദയം കൊണ്ട് നിന്നെ ആരാധിക്കാൻ, ജീവിതം കൊണ്ട് നിന്നെ സ്നേഹിക്കാൻ കൃപ തരാൻ പറ. സങ്കീർത്തനം 73 അധ്യായം 25 മുതലുള്ള വചനങ്ങൾ. സങ്കീർത്തനം 73, 25 മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തകനോട് ചേർന്ന് ഈ നിമിഷങ്ങളിൽ നമുക്കും ഹൃദയം കൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞത് നമുക്കും ഉരുവിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തകൻ പറയുകയാണ്, ദൈവമേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തെ വിളിക്കാനും ദൈവത്തോട് ചേർന്നിരിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും കരുത്തെടുത്ത സങ്കീർത്തകന്റെ വാക്കുകളാണത്. മക്കളെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളുടെ നടുവിലും ഇങ്ങനെയൊന്ന് പറയാൻ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും മുന്നോട്ട് പോകാൻ കർത്താവ് നമുക്ക് കൃപ തരും. സങ്കീർത്തകൻ പറഞ്ഞത് കേട്ട്, ദൈവമേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? സ്വർഗത്തിലേക്ക് നോക്കി നമ്മൾ വിളിക്കുന്ന നമ്മുടെ ദൈവത്തെയാണ്. എന്ന് പറയാണ്, ഭൂമിയിലും അങ്ങല്ലാതെ അങ്ങയല്ലാതെ മറ്റ് ആരാണ് എനിക്കുള്ളത്? ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ടും തന്റെ ദൈവത്തെ സ്നേഹിച്ചു, ആഗ്രഹിച്ചു, ദൈവത്തെ വിളിച്ചു, എല്ലാ പ്രശ്നങ്ങളിലും ദൈവത്തോട് ചേർന്നിരുന്നു. എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. ഈ ആരാധന നിമിഷങ്ങളിൽ കർത്താവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ, കർത്താവേ, എൻ്റെ മനസ്സും എൻ്റെ ശരീരവും തളർന്നു പോയേക്കാം, ക്ഷീണിച്ചു പോയേക്കാം, പക്ഷേ കർത്താവാണ് എൻ്റെ ബലം. കർത്താവേ, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് നിന്നെ ആരാധിക്കുന്ന ഓരോ മകനെയും മകളെ നീ ഇപ്പോൾ കാണണമേ. ഈ മക്കളുടെ വേദനകളെ, സങ്കടങ്ങളെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളെ തമ്പുരാനെ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് തളർന്നിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. പലവിധ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും പ്രതികൂല അനുഭവങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും നടുവില് മനസ്സ് വല്ലാതെ വേദനിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ട്. ശരീരത്തിലാകമാനം തളർച്ച നേരിടുന്ന മക്കളുണ്ട്. ചെറുതും വലുതുമായ രോഗങ്ങളാൽ അലട്ടപ്പെടുന്ന മക്കള്. കർത്താവേ, ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു പോയ ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ മക്കള്, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ജീവിതങ്ങള്,
സ്വപ്നം കണ്ടതൊക്കെ തകർന്ന് തരിപ്പണമായ ജീവിതത്തിന്റെ അനുഭവം പേറുന്നവര് ഇതിനകത്തുണ്ട്. ദൈവമേ എന്നൊന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മനസ്സ് തളർന്നിരിക്കുന്ന മക്കള്, ദുഃഖിച്ചിരിക്കുന്ന മക്കള് കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവെ, സങ്കീർത്തകനോട് ചേർന്ന് ഈ നിമിഷം സങ്കീർത്തകന് ഉരുവിട്ട് അതേ വാക്കുകൾ പറയാൻ ഞങ്ങളുടെ മനസ്സിന്, ഞങ്ങളുടെ അധരങ്ങൾക്ക് നീ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ശരീരവും എന്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എന്റെ ബലം, ദൈവമാണ് എന്റെ ബലമെന്ന് ഹൃദയം കൊണ്ട് പറയാൻ, ജീവിതം കൊണ്ട് പറയാൻ കർത്താവേ ഞങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർത്തു, അവിടുന്നാണ് എന്നേക്കുമുള്ള എന്റെ ഓഹരി. എന്റെ ദൈവം മാത്രമാണ് എന്നേക്കുമുള്ള എന്റെ ഓഹരി. ബാക്കിയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകാം, ബാക്കി എല്ലാവരും എന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോകാം, പക്ഷേ എന്റെ ദൈവം മാത്രമാണ് എന്നേക്കുമുള്ള എന്റെ ഓഹരി എന്ന് സങ്കീർത്തകൻ ഉറക്കെ പറയുകയാണ്. കർത്താവേ, ഇതാ ഈ നിമിഷങ്ങളിൽ സങ്കീർത്തകനോട് ചേർന്ന് ഈ സത്യം ഞങ്ങളും ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും തമ്പുരാനെ നീ ഇപ്പോൾ തൊടണമേ, നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സങ്കടങ്ങളെ നീ എടുത്തു മാറ്റണമേ, ഇവിടെ മനസ്സിന്റെ ദുഃഖങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ പിടിച്ചു കുലുക്കുന്ന, ഇവരെ ഞെരുക്കുന്ന, ഇവരെ അമിതമായ സംഘർഷത്തിലേക്കും അസ്വസ്ഥതകളിലേക്കും ഒക്കെ തള്ളിയിടുന്ന ജീവിത അനുഭവങ്ങളുടെ നടുവില് ഒത്തിരിയേറെ ദുഃഖങ്ങളും മനോവേദനയുമായി കടന്നു പോകുന്ന ഓരോ മകനെയും മകളെയും കർത്താവേ നീ ഇപ്പോൾ തന്നെ കൈപിടിച്ചുയർത്തണമേ. നീയാണ് എന്റെ ബലമെന്ന് പറയുവാൻ, നീയാണ് എന്റെ പ്രത്യാശ എന്ന് പറയുവാൻ, നീ മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ കോട്ടയെന്ന് പറയാൻ കർത്താവേ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവ്വം ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് കർത്താവിലേക്ക് നോക്കാം. ഹൃദയം കൊണ്ട് തോമാസ് ശ്ലീഹ പറഞ്ഞതുപോലെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നെല്ലാ മക്കളും വിളിക്കട്ടെ. നിങ്ങളുടെ സങ്കടങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും കണ്ണുനീരിന്റെയും നടുവിൽ നിന്നുകൊണ്ട് നീ കർത്താവിനെ വിളിക്കേ. സ്വർഗത്തിലും ഭൂമിയിലും തമ്പുരാനെ നീ മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കേ. ഈ കർത്താവ് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഈ ദൈവം ഈ അൾത്താര വിട്ട് നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇതാ കർത്താവ് ഇറങ്ങി വരാൻ ആഗ്രഹിച്ച് നിന്റെ കൺമുമ്പിലായിരിക്കുന്ന നിമിഷം സന്തോഷത്തോടെ, ആഗ്രഹത്തോടെ, വലിയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കർത്താവിനെ വിളിക്കട്ടെ. താഴ്ന്ന സ്വരത്തിൽ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ഏതാനും നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിക്കാവോ? ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, സ്തുതിക്ക് യോഗ്യനായ ദൈവം ഇതാ ഈ അൾത്താരയിൽ നിന്റെ കൺമുമ്പിലായിരിക്കുന്ന നിമിഷങ്ങൾ ഓ ദൈവമേ എന്ന് വിളിക്കട്ടെ. എൻ്റെ കർത്താവേ, നീ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ കരുത്ത്. ഓ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലം. കർത്താവേ, നീ എന്നെ കൈപിടിച്ചുയർത്തണമേ. എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ നീ കൈപിടിച്ചുയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്ന നിമിഷങ്ങൾ, സ്നേഹത്താൽ നീ വീണ്ടെടുക്കപ്പെടുന്ന നിമിഷങ്ങൾ. ഈശോയെ, എന്നെ ഒന്ന് തൊടണമേ. കർത്താവേ, എൻ്റെ കണ്ണുനീര് നീ കാണണമേ. ഈശോയെ, എൻ്റെ സങ്കടങ്ങൾ നീ ഏറ്റെടുക്കണമേ. സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പൊന്നു തമ്പുരാനെ, എൻ്റെ വേദനകൾ നിനക്ക് മാത്രമാണല്ലോ അറിയാവുന്നത്. നീ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓഹരി എന്ന് ഞാൻ പറയുന്നു. ഈശോയെ, കരുണ കാണിക്കണം. സങ്കേതവും ഈശോ, നീ എൻ്റെ കോട്ടയും
Lord. നീ എൻ ദൈവം, നീ എൻ്റെ സങ്കേതവും, കർത്താവേ, നീ എൻ്റെ കോട്ടയും, എൻ്റെ ഈശോയെ, നീ എൻ്റെ പ്രാണനാഥൻ, ആമേൻ. നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും മുഖം ജീവകാലമില്ല, സേവിച്ചിടും ഞാൻ സർവവുമായി അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, കർത്താവേ, അടിയനിതാ നിന്റെ സന്നിധിയിൽ വേദനയോടെ കണ്ണുനീരോടെ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അതുപോലെ വേദനകളും സങ്കടങ്ങളും അസ്വസ്ഥതകളും അസമാധാനവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. കർത്താവേ, കരയാത്തൊരു ദിവസം പോലുമില്ല, വേദനിക്കാത്തൊരു ദിവസം പോലുമില്ല. ഒത്തിരിയേറെ പ്രതീക്ഷകളും ഒത്തിരിയേറെ സ്വപ്നങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്നതെല്ലാം തകർന്ന് തരിപ്പണമായി പോയതിന്റെ സങ്കടം നിരന്തരം ഞങ്ങളെ അലട്ടുന്നുണ്ട്. കർത്താവെ, മുന്നോട്ട് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരുത്തും പിടുത്തം കിട്ടാതെ ആശങ്കയുടെ മുൾമുനയിൽ ജീവിതങ്ങൾ തള്ളി നീക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും ജീവിതത്തിന്റെ എല്ലാ വേദനകളിലും സങ്കടങ്ങളിലും നീ മാത്രമാണ് എന്റെ രക്ഷയെന്ന് പറയാൻ, നീ മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ കോട്ടയെന്ന് പറയാൻ, നീ മാത്രമാണ് എന്റെ ഏക ഓഹരി എന്ന് പറയാൻ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക്, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക്, ഞങ്ങളുടെ മനസ്സിനൊക്കെ ശക്തി തരണമേ. ഓ കർത്താവേ, ഈ നിമിഷം തന്നെ ഇവിടെ ഹൃദയങ്ങളിലേക്ക് നിന്റെ സ്നേഹം ചൊരിയണമേ. തളർന്നിരിക്കുന്ന മനസ്സിനെ, തളർന്നിരിക്കുന്ന ഹൃദയത്തെ കർത്താവേ നീ ഇപ്പോൾ തൊടണമേ. ഈശോയെ, നീ ഇപ്പോൾ സ്പർശിക്കണമേ, ഫലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. നീ എൻ്റെ രക്ഷകനും, ഈശോയെ, നീ എൻ്റെ വൈദ്യനും, കർത്താവേ, നീ എൻ്റെ ആലംബവും, ഈശോ, നീ എൻ ദൈവം, എൻ ദൈവം. നീ എൻ്റെ രക്ഷകനും, ഈശോയെ, നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബവും, നീ എൻ ദൈവം, എൻ ദൈവം.
ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളും കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് മുട്ടുമേലായിരിക്കാൻ പറ്റുമെങ്കിൽ മുട്ടുമേലായിരിക്കുക. നിങ്ങളുടെ ശാരീരിക അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. സങ്കീർത്തകൻ 73 അധ്യായം 28 തിരുവചനത്തിൽ ഇപ്പോൾ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുന്ന ഒരു വചനം കൂടിയുണ്ട്. ഹൃദയത്തിൻ്റെ ശാന്തതയിൽ ഇതുരുവിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിൽ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. സങ്കീർത്തകൻ പറയുകയാണ്, ദൈവമേ, നിന്നോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. കർത്താവിൽ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. വളരെ ശാന്തമായി നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ദിവ്യകാരുണ്യത്തോട് നിമിഷം ചേർത്ത് വയ്ക്കാം. സങ്കീർത്തകൻ ആനന്ദം നൽകിയ വിഷയം തൻ്റെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതാണല്ലോ. മക്കളെ, ദിവ്യകാരുണ്യം കർത്താവിൻ്റെ ഹൃദയമാണ്. ഈ വിശുദ്ധ കുർബാന കർത്താവിൻ്റെ ഹൃദയമാണ്. എനിക്കും നിനക്കും വേണ്ടി മുറിയപ്പെട്ട കർത്താവിൻ്റെ ഹൃദയമാണ് ഈ വിശുദ്ധ കുർബാന. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് ചേർത്ത് വെച്ച്, ഹൃദയത്തെ ചേർത്ത് വെക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആകുലതകളും അസ്വസ്ഥതകളും ഹൃദയത്തിൻ്റെ ഭാരവും വേദനയും സങ്കടങ്ങളും സംഘർഷങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുഹൃദയത്തോട് നീ ചേർത്ത് വെക്കുക. കർത്താവിൻ്റെ സ്നേഹം ആ ഹൃദയത്തിൽ നിന്നും നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളായി ഇത് മാറട്ടെ. സൗഖ്യങ്ങൾ ഈ നിമിഷങ്ങളിൽ സംഭവിക്കട്ടെ. വലിയ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഈ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സങ്കീർത്തകൻ അനുഭവിച്ചതുപോലെ കർത്താവിന്റെ ഹൃദയത്തോട് തന്റെ ഹൃദയത്തെ ചേർത്ത് വെച്ചപ്പോൾ അനുഭവിച്ച വലിയ ആനന്ദമുണ്ടല്ലോ. ആനന്ദം കർത്താവ് നിനക്കിപ്പോൾ സമ്മാനിക്കട്ടെ. കർത്താവേ, ഇവിടെ ഹൃദയങ്ങളിലേക്ക് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ സ്നേഹം ചൊരിയണമേ. കർത്താവേ, ഇവിടെ ഹൃദയങ്ങളെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഭാവവേദങ്ങൾ അറിയാൻ അനുഭവിക്കുവാൻ തമ്പുരാനെ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവെ, ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുന്നവരുടെ മാറോട് ചേർന്ന് കിടക്കുമ്പോൾ അവിടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ ഞങ്ങൾ അറിയുന്നത് പോലെ, അവിടെ ഹൃദയമിടിപ്പുകൾ ഞങ്ങൾ അറിയുന്നത് പോലെ, കർത്താവെ, നിന്റെ ഹൃദയമിടിപ്പുകൾ അറിയാൻ നീ ഞങ്ങളെ അനുവദിക്കണമേ. നീ എന്താണ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നീ എന്താണ് ഞങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സങ്കീർത്തകൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കുമെന്ന്. കർത്താവേ, നീ നിന്റെ ഹൃദയത്തിൽ നിന്നും ആ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയുമ്പോൾ, ആ ഹൃദയ തുടിപ്പുകൾ അറിയാൻ അനുഭവിക്കുവാൻ നീ ഇടവരുത്തുമ്പോൾ, നീ ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിലേക്കും ഞങ്ങളുടെ ജീവിതങ്ങളെ നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നും എങ്ങനെയൊക്കെ നിന്നോട് ഐക്യപ്പെട്ട് ജീവിക്കണമെന്നും ഈശോയെ നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കേ. വളരെ ശാന്തമായി മക്കളെ, നിങ്ങളുടെ വേദനകൾ ഈശോയോട് പറ, നിങ്ങളുടെ സങ്കടങ്ങൾ ഈശോയോട് പറ, നിങ്ങളുടെ നൊമ്പരങ്ങൾ കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ വേദനകളില്ലേ മക്കളെ? നമുക്ക് നമ്മുടേതായ സങ്കടങ്ങളില്ലേ? നമുക്ക് നമ്മുടേതായ സ്വകാര്യ ദുഃഖങ്ങളില്ലേ ഈശോയോട് പറയാൻ, പങ്കുവയ്ക്കാൻ? ഇതെല്ലാം ഈശോയോട് പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ. ആരോടും പറഞ്ഞിട്ടില്ലാത്ത, പങ്കുവെച്ചിട്ടില്ലാത്ത നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ പോലും തമ്പുരാന്റെ ഹൃദയത്തോട് നീ ചേർന്നിരിക്കുമ്പോൾ ഈശോയോട് പറ. നീ പറഞ്ഞില്ലേലും നിന്റെ ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ നിന്റെ ഹൃദയം വിങ്ങുന്നത് അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ടല്ലോ. നിന്റെ ചങ്ക് പിടയുന്നത് കാണുന്നൊരു തമ്പുരാൻ നിനക്കുണ്ടല്ലോ. നീ എത്രമാത്രം ആവലാതിപ്പെടുന്നുണ്ടെന്നും വേദനിക്കുന്നുണ്ടെന്നും അറിയുന്നൊരു കർത്താവ് ഇതാ നിന്റെ കൺമുമ്പിൽ ഉണ്ടല്ലോ. മോനെ, ഈശോയേ, ആ സ്നേഹം ഇപ്പോൾ ഈ മക്കളെ വലയം ചെയ്യട്ടെ. നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സ്നേഹത്താൽ ഈ മക്കളെ ഇപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ശാന്തതയോടെ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഏതാനും നിമിഷം കൂടി കർത്താവിനെ സ്തുതിക്കാവോ? ആ സ്നേഹ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ടതില്ല.
മറ്റൊന്നിലേക്ക് ശ്രദ്ധ പോകേണ്ടതില്ല. നിന്റെ കർത്താവ് ഇതാ നിന്റെ കൂടെ. ഇതാ നിന്റെ ജീവിതത്തിന്റെ ഓഹരിയായി കർത്താവ് നിന്റെ ചാരയുണ്ട്. ആ കർത്താവിന്റെ തിരുഹൃദയത്തോട് നിന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കുന്ന നിമിഷങ്ങളാണ്. സ്നേഹത്തോടെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ആരോടു ചൊല്ലിടും എൻ്റെ ദുഃഖങ്ങൾ, ഈശോയെ ആരവ ഉൾക്കൊണ്ടിടും. ഈശോ ആരോടു ചൊല്ലിടും എൻ്റെ ദുഃഖങ്ങൾ, ആരവ ഉൾക്കൊണ്ടിടും. ആമേൻ. ആരോടും പറയാത്തതൊക്കെയും ഈശോയെ നിന്നോടു ചൊല്ലിടാം ഞാൻ. ഈശോയെ ആരോടും പറയാത്തതൊക്കെയും നിന്നോടു ചൊല്ലിടാം ഞാൻ. നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. എല്ലാം പറഞ്ഞൊന്ന് കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. ഒട്ടുമേലായിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ എന്തെല്ലാം നിയോഗങ്ങളിൽ നിങ്ങളുടെ കരങ്ങളിലുണ്ടോ അതെല്ലാം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും